മക്കളെ, ഇന്ന് നമ്മൾ ലഡ്കഡ് ഓർ ചട്പട് എന്ന 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കഹാനിയാണ് നോക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ ജട്പഡ് ഓർ ലഡ്കഡ് എന്നത് ഒരു കഹാനിയാണ്. അത് കഴിഞ്ഞ വർഷം മാറിയ ബുക്കാണ്. നമ്മളിതിലുള്ള ചാപ്റ്റർ എല്ലാം ചെയ്തിട്ടുള്ളതാണ്. ഹിന്ദി വിന്നർ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, പ്ലേലിസ്റ്റിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഒന്നുകൂടെ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി എന്ന രീതിയിൽ ഒന്നൊരു ചിത്രകഥയായിട്ട് എടുക്കുകയാണ്. ഹിന്ദി വിന്നർ നിങ്ങൾ സെർച്ച് ചെയ്യുക. അതിൽ കഴിഞ്ഞ വർഷം എടുത്തിട്ടുണ്ട് 5, 7, 9 ഈ 3 ബുക്ക് കഴിഞ്ഞ വർഷം മാറിയതാണ്. കഴിഞ്ഞ വർഷം ഈ 3 ബുക്കും നമ്മൾ ഫുള്ളായിട്ട് എല്ലാ ചാപ്റ്ററും വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. പല കുട്ടികളും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നു 5ൻ്റെയും 7ൻ്റെയും അതുപോലെ തന്നെ 9ൻ്റെയും ഒക്കെ ക്ലാസ് ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ നിന്ന് എടുത്തിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ചട്പഡ് ഓർ ലഡ്കഡ് രണ്ട് പേരും ചേട്ടാനുജന്മാരായിരുന്നു. मैं चटपट मेरा एक भाई है, उनसे केवल 2 साल बड़ा हूँ, 5वीं में पढ़ता हूँ. ചട്പട് പറയാണ്, ഞാൻ ചട്പട് എൻ്റെ സഹോദരനേക്കാൾ 2 വയസ്സിന് മൂത്തതാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ലഡ്കഡ് പറയുന്നു, ഞാൻ ലഡ്കഡ് ചേട്ടനേക്കാൾ 2 വയസ്സിന് ഇളയതാണ്, ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ലഡ്കഡ് പേര് പോലെ തന്നെ മഹാവികൃതിയായിരുന്നു. ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മഹാവികൃതിയായിരുന്നു ലഡ്കഡ്. പേര് പോലെ തന്നെ, പേര് ലഡ്കഡ് എന്ന് പറഞ്ഞാൽ വികൃതി എന്നാണ് അർത്ഥം. ചട്പട് എന്ന് പറഞ്ഞാൽ വേഗത, സ്പീഡ്. പേര് പോലെ തന്നെ ചട്പട് സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന്. അവരൊരു ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. ആ ഗ്രാമത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല. അടുത്ത ഗ്രാമത്തിലാണ് സ്കൂൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അവിടേക്ക് അവർ നടന്നാണ് പോവാറുള്ളത്. അവർ നടന്നു പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ കുളം കഴിഞ്ഞിട്ട് അവർക്ക് എത്തേണ്ട സ്ഥലമാണ് ആൽമരം. ആൽമരവും കഴിഞ്ഞിട്ട് ഗേത്ത് കഴിഞ്ഞിട്ട് അവരെവിടെ എത്തും? നാല അരുവി അല്ലേ, പിന്നെ ബാഗ് നാല തോട്ടത്തിലെത്തും. തോട്ടം കഴിഞ്ഞിട്ട് എന്തുണ്ട്? അരുവിയുണ്ട്. പിന്നെ നദിയുണ്ട്. ഇതെല്ലാം കടന്നിട്ട് വേണം അവർക്ക് സ്കൂളിലേക്ക് പോവാനായിട്ട്. ഓക്കെ, അപ്പോൾ അവർ പോകുന്ന വഴിയിൽ എന്തൊക്കെയാണുള്ളത്? അവർ പോകുന്ന വഴിയിലുള്ളതാണ് കുളം, വയൽ, ആൽമരം, തോട്ടം, അരുവി, നദി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേണം, ഇത്രയും സ്ഥലങ്ങളിലൂടെയൊക്കെ പാസ് ചെയ്തിട്ടാണ് അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. എന്നാൽ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ മഹാവികൃതിയായ ലഡ്കഡിനെ കാണാനുണ്ടാവില്ല. കാരണം അവൻ വളരെ പിറകിലായിരിക്കും, സാവധാനത്തിലാണ് അവൻ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ചേട്ടൻ അവനെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കേണ്ടി വരും. പ്രതീക്ഷിച്ചിരിക്കുകയാണ് ചേട്ടൻ. അനുജൻ എവിടെ പോയി? അരേ ഈ നടുക്കട് കഹാൻ ഗയാ ഹോഗ, ഈ നടുക്കട് എവിടെ പോയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ അവനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴി ഇടയ്ക്കിടയ്ക്ക് അവനെ തിരിഞ്ഞു നോക്കേണ്ടി വരും. അവൻ എവിടെ വെച്ചിട്ട് തിരിഞ്ഞു നോക്കേണ്ടി വരും. അങ്ങനെ ചേട്ടൻ ആകെ വിഷമത്തിലാണ്. ഈ അനുജനെയും കൊണ്ട് സ്കൂളിൽ പോവുക എന്ന കാര്യം തന്നെ അവന് വളരെയധികം വിഷമമായിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഓക്കെ, അങ്ങനെ അവർ സ്കൂളിലേക്ക് എത്താൻ നേരം വൈകുന്ന സമയത്ത് 2 പേരും ഓടിപ്പോവും. ചേട്ടൻ അനുജൻ്റെ കൈ പിടിച്ചിട്ട് സ്കൂളിൽ എത്താൻ നേരം വൈകിയിരിക്കുന്നു, വേഗം പോവാന്ന് പറഞ്ഞിട്ട് അവർ ഓടിപ്പോകുന്നു. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാറുണ്ട്. സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ വികൃതിയായ ലഡ്കഡ് ചെയ്യുക, അവിടെയുള്ള കുളത്തിലുള്ള താറാവുകളെയും അതുപോലെ തന്നെ അതിലുള്ള മത്സ്യങ്ങളെയും ഒക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നോക്കി നിന്ന് സമയം കളയും നമ്മുടെ വികൃതിയായ ലഡ്കഡ്. പിന്നീട് അവൻ എന്താണ് ചെയ്യുക? വയലിലേക്ക് അവൻ ഓടിക്കയറും. വയലിൻ്റെ അകത്തേക്ക് ഓടിക്കയറും. അവിടെയുള്ള ആൽമരത്തിലുള്ള വള്ളി പിടിച്ചിട്ട് തൂങ്ങി ആടിക്കളിക്കും. പിന്നെ അവിടെയുള്ള തോട്ടത്തിൽ കയറിയിട്ട് അവിടെ നിന്ന് എന്താണ് കഴിക്കാൻ യോഗ്യമായിട്ടുള്ള മാമ്പഴവും അതുപോലെ തന്നെ എന്തൊക്കെയാണോ പേരക്ക അതുപോലുള്ള സാധനങ്ങളൊക്കെ അവൻ പറിച്ചെടുക്കും. ഇങ്ങനെയുള്ള വികൃതികളൊക്കെ അവൻ ചെയ്യുമായിരുന്നു.
അതുകൂടാതെ തന്നെ കൈവരിയിലിരുന്നിട്ട്, പാലത്തിൻ്റെ കൈവരിയിലിരുന്നിട്ട് താഴെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, വെള്ളത്തിൽ ഇങ്ങനെ ചാടിക്കളിക്കുക, എന്താണ് വെള്ളം ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കൂലേ, അതാ കണ്ടോ പിക്ചറിൽ കാണുന്നത് പോലെ വെള്ളം ഇങ്ങനെ തെറിപ്പിച്ച് കളിക്കുക, അങ്ങനെയുള്ള കളികളൊക്കെ കളിക്കുന്നത് കൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകാൻ വളരെ അധികം വൈകാറുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ദിവസം നടുക്കട് ഒരുപാട് കടലാസ് തോണികൾ ഉണ്ടാക്കിയിട്ട് അവൻ അവൻ്റെ ബാഗിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് ചേട്ടൻ കാണാതെ അത് നദിയിൽ ഒഴുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അവൻ ബാഗ് തുറന്നിട്ട് ആ കടലാസ് തോണിയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ആ നദിയിൽ ഒഴുക്കുന്നു. അത് ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷത്തോടു കൂടി കൈകൾ അടിച്ചിട്ട് അത് നോക്കി നിൽക്കുന്നു. എങ്കിൽ ചേട്ടൻ ഇതൊന്നും അറിയാതെ പാലത്തിൽ നിന്നിട്ട് അനുജൻ എവിടെ പോയി എന്ന് തിരിഞ്ഞു നോക്കി അന്വേഷിക്കുകയാണ്. പെട്ടെന്നാണ് കയ്യടി ശബ്ദം കേൾക്കുന്നത്. കയ്യടി ശബ്ദം കേട്ട ചേട്ടൻ അരേ ചോട്ടെ തും വഹാം നീച്ചെ ക്യാ കർ രഹേ ഹോ എന്ന് ചോദിക്കുന്നു. അതായത് അരേ ചോട്ടെ നീ അവിടെ താഴെ എന്ത് ചെയ്യുകയാണ് എന്ന് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കേട്ടത് കൊണ്ട് തന്നെ അനുജൻ പെട്ടെന്ന് ഞെട്ടിപ്പോവുകയും അവൻ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ വരാൻ നോക്കുന്ന സമയത്ത് കാല് വഴുതി വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. വെള്ളത്തിൽ വീണ് വെള്ളത്തിൽ നീന്താൻ അറിയാത്ത നമ്മുടെ നടുക്കട് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ചേട്ടൻ പെട്ടെന്ന് തന്നെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് നടുക്കടിനെ രക്ഷപ്പെടുത്തുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അവർ ഓർത്തത് അവരുടെ വസ്ത്രങ്ങൾ നനഞ്ഞിരിക്കുന്നു. വസ്ത്രങ്ങൾ നനഞ്ഞത് കണ്ടാൽ അമ്മ ചോദിക്കും, എങ്ങനെയാണ് വസ്ത്രങ്ങൾ നനഞ്ഞത് എന്ന് അമ്മ ചോദിക്കും. അപ്പം അതിനൊരു പോംവഴി കാണണം, വസ്ത്രം ഉണക്കണം. അതിനെന്ത് ചെയ്യും എന്നവർ ചിന്തിക്കുന്നു. അവർ പോരുന്ന സമയത്ത് പാലത്തിൻ്റെ അടുത്തെത്തിയ സമയത്ത് നമ്മുടെ വികൃതിയായ നടുക്കട് ഉറക്കെ കരയുകയാണ്. നീ എന്തിനാണ് കരയുന്നത് എന്ന് അന്വേഷിച്ചപ്പോൾ എന്താണ് പറയുന്നത്, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ നീ അമ്മയോട് പരാതി പറയും എന്ന് പറഞ്ഞിട്ടാണ് അനി എന്ത് ചെയ്യുന്നത്, കരയുന്നത്. അനുജൻ കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, നീ ഇതെല്ലാം അമ്മയോട് പറയും. അപ്പോൾ ചേട്ടൻ പറയുന്നു, ഇല്ല, ഞാൻ അമ്മയോട് പറയുന്നില്ല, എനിക്ക് കടലാസ് തോണി ഉണ്ടാക്കാൻ അറിയുകയില്ല, നീ എന്നെ കടലാസ് തോണി ഉണ്ടാക്കാൻ പഠിപ്പിക്കുമോ എന്ന് ചേട്ടൻ അനുജനോട് ചോദിക്കുന്നു. അനുജൻ പറയുന്നു, പിന്നെ അതിനെന്താണ്, ഞാൻ പഠിപ്പിക്കാമല്ലോ എന്ന് പറയുന്നു. രണ്ടുപേരും സന്തോഷത്തോടു കൂടി നടന്നു പോകുന്നു. അപ്പോഴാണ് അവരൊരു കാര്യം ഓർത്തത്, അവരുടെ വസ്ത്രം നനഞ്ഞിരിക്കുകയാണ്. അത് ഉണങ്ങാൻ വേണ്ടി അനുജൻ എന്ത് പറയുന്നു, അനുജൻ പറയാണ്, നമുക്ക് ഓടാം, ഓടിക്കഴിഞ്ഞാൽ കാറ്റ് തട്ടിയിട്ട് നമ്മുടെ വസ്ത്രം ഉണങ്ങിക്കൊള്ളുമെന്ന് അനുജൻ പറയുന്നു. ഓക്കെ, അങ്ങനെ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങുന്നു. രണ്ടുപേരും ഓടി ഓടി ഗേത്ത് വയല് അവർ പാസ് ചെയ്ത് പോകുന്നു, തോട്ടം പാസ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഓരോരോ കാര്യങ്ങളും അവരിങ്ങോട്ടേക്ക് വന്നതുപോലെ തന്നെ ആൽമരം മുതലായ എല്ലാ കാര്യങ്ങളും അവർ കടന്ന് മുമ്പോട്ട് പോകുന്നു. അങ്ങനെ അവർ ഓടി ഓടി അവരുടെ വസ്ത്രം ഉണങ്ങുന്നു. അവർ ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവർ ലാസ്റ്റ് എത്തുന്നത് എവിടെയാണ്, കുളത്തിനരികിലെത്തുന്നു. കുളത്തിനരികിലെത്തുന്ന ഭാഗം നമുക്ക് നോക്കാം. കുളത്തിനരികിലെത്തിയ നടുക്കട് അവിടെ നിന്നും ഒരു കല്ലെടുത്തിട്ട്, പരന്നതും മിനുസമുള്ളതുമായ കല്ലാണ് എടുക്കുന്നത്. എന്നിട്ട് വെള്ളത്തിലേക്ക് എറിഞ്ഞ് തെറിപ്പിക്കുന്നു. അതിങ്ങനെ തുള്ളി തുള്ളി ഇങ്ങനെ വെള്ളത്തിൽ പോകുന്നു. അത് കണ്ടിട്ട് ചേട്ടന് അതുപോലൊരു കല്ലെടുത്തിട്ടിടുന്നു. പക്ഷേ ആ ചേട്ടനെടുത്ത കല്ല് കണ്ട ഭാരമുള്ളതായിരുന്നു. അത് നേരെ വെള്ളത്തിലേക്ക് വീണു പോകുന്നു. അത് കണ്ട് അനുജൻ ചോദിക്കുന്നു, ചേട്ടന് കല്ലെറിയാൻ അറിയില്ല അല്ലേ, അപ്പോൾ ചേട്ടൻ എന്നെ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുന്നു. അനുജൻ അതിന് പറ്റിയ കല്ല് എങ്ങനെയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുന്നു. മിനുസമുള്ളതും അതുപോലെ തന്നെ കട്ടി കുറഞ്ഞതുമായിരിക്കണം കല്ലുകൾ എന്ന് പറയുന്നു. അതുപോലെയുള്ള കല്ലുകൾ എടുത്തിട്ട് ചേട്ടന് കല്ലെറിയുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുന്നു. ആ സമയത്ത് ചേട്ടൻ്റെ ശ്രദ്ധ അവിടെയുള്ള താറാവുകൾ മനോഹരമായി നീന്തുന്ന അവിടെയുള്ള താറാവുകളിലേക്കാണ് ചേട്ടൻ്റെ ശ്രദ്ധ പോയത്.
ചേട്ടൻ അവിടെ വെള്ളത്തിൽ നീന്തി കളിക്കുന്ന താറാവുകളെ നോക്കുന്നു. അവൻ്റെ ശ്രദ്ധ പെട്ടെന്ന് മാറിപ്പോകുന്നു. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ കഹാനി. വളരെ മനോഹരമായ കഹാനിയാണ് ജഡ്പഡ് ഓർ നടുക്കഡ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഹിന്ദി വിന്നറിൽ കഴിഞ്ഞ വർഷം ഈ ക്ലാസ് ചെയ്തിട്ടുണ്ട്. വിശദമായിട്ട് തന്നെ ഓരോ ലൈനിൻ്റെയും മീനിങ് പറഞ്ഞുകൊണ്ട് എല്ലാം വിടാതെ എല്ലാത്തിൻ്റെ മീനിങ് പറഞ്ഞുകൊണ്ട് തന്നെ വിശദമായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. 5, 7, 9 ക്ലാസ്സുകൾ കഴിഞ്ഞ വർഷം മാറിയ ബുക്കാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം എടുത്ത ക്ലാസ് ഉണ്ട് ഹിന്ദി വിന്നറിൽ. പ്ലേലിസ്റ്റ് നിങ്ങൾ എടുക്കുക, കാണുക. ഓക്കെ.